കണ്ടു നിൽക്കാൻ കഴിയാത്ത വേദനാജനകമായ ഒരു വീഡിയോ ഇന്ന് കണ്ടു. ഒരു പറ്റം വിദ്യാർത്ഥികൾ, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. വിദ്യാർത്ഥികൾ മറ്റൊരു വിദ്യാർത്ഥിയെ ക്രൂരമായിട്ട്, അതിക്രൂരമായിട്ടെന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ കഴിയും. ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു രംഗം. കുട്ടിയെ മർദ്ദിക്കുന്നു. എങ്ങനെ മർദ്ദിക്കുന്നതെന്നറിയോ? കാല് വീശിയിട്ട്, കൈ വീശിയിട്ട് അവരടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ അടിയും ആ കുട്ടിയുടെ മർമ്മങ്ങളിൽ കൊള്ളുന്നുണ്ട്. ഇതൊക്കെ കൊള്ളേണ്ട സ്ഥാനത്ത് കൃത്യമായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി ജീവിതം എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അവൻ്റെ ഭാവി ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ? ഇവിടെ എന്തോ വാക്കുതർക്കം, സംസാരത്തിൽ വന്ന വിഷയങ്ങളൊക്കെയാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രഹരം ഏൽക്കേണ്ടി വരുന്നത്. 7 മിനിറ്റ് ഉണ്ട് എന്നാണ് മനസ്സിലായത് ആ ഒരു വീഡിയോയിൽ. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് 4 മിനിറ്റായിട്ടുള്ള വീഡിയോയാണ്. ഈ ഒരു വീഡിയോയിൽ 7 മിനിറ്റോളം ആ കുട്ടിയെ ഇവർ തലങ്ങും വിലങ്ങും അടിക്കുന്നു, കാല് പിടിച്ച് മാപ്പ് പറയിക്കുന്നു. അവസാനം അടി നിർത്താഞ്ഞിട്ട് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ആ കുട്ടി പോലും പറയാണ് ഇനി മതി, വിട്ടാളടാന്ന്. പക്ഷേ എന്നിട്ട് പോലും ആ അടി തുടരുന്ന ആളുകൾ അത് നിർത്തുക പോലും ചെയ്യാതെ ആ വീഡിയോ എടുത്തിട്ട് അവർ വീഡിയോ എടുക്കാൻ തന്നെ പാടില്ല, അങ്ങനത്തെ ഒരു വിഷയത്തിന് അംഗീകരിക്കില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ തല്ലുമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു സംഗതി വീഡിയോ എടുക്കുന്നു, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്, അവരുടെ ചിന്താശേഷികൾ എന്തായിക്കൊണ്ടിരിക്കുന്നു എന്ന്. സഹപാഠികളെ, സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ മർദ്ദിക്കുക, കുട്ടികൾ തമ്മിൽ തല്ലുകൂടുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമാണ്. ഇവരുടെ ഓരോ പ്രഹരങ്ങളിലും ആ കുട്ടി മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലാണ് അടി നടക്കുന്നത്. ആ കുട്ടികളൊക്കെ യഥാർത്ഥത്തിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് നൽകേണ്ടത്. പോലീസ് അവരൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറയുക നിങ്ങൾക്ക്? 1 വർഷം മുമ്പ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ ആ ഒരു കുട്ടിയുടെ മുഖം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും. കാരണം അത്രമേൽ ആ കുട്ടിയുടെ പിതാവിൻ്റെ മുഖം, ആ കുട്ടിയുടെ മുഖമൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ആ കുട്ടിയെ മറക്കാൻ പറ്റൂല. ആ പൊന്നു മോൻ്റെ വിഷയത്തിലുണ്ടായ ആ ഒരു കേസിൽ മാതൃകാപരമായിട്ടുള്ള, മറ്റു കുട്ടികൾക്കൊക്കെ പേടി തോന്നുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു കുട്ടിയെ അടിക്കാൻ പാടില്ല, അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണ് എന്ന് മനസ്സിലാകുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ 7 മിനിറ്റിൻ്റെ വീഡിയോ ഇന്ന് നമുക്ക് കാണേണ്ടി വരൂലായിരുന്നു. ഈ വീഡിയോ 2 ദിവസമായിട്ടുള്ള പ്രചരിക്കുന്നു. അതിൻ്റെ മുമ്പ് ഒരു ക്ലാസ് മുറിയിലിട്ടുകൊണ്ട് ഒരു പറ്റം വിദ്യാർത്ഥികൾ വേറെ ഒരു കുട്ടിയെ അടിക്കുന്ന ഒരു രംഗവും കണ്ടു. ഇതൊന്നും കണ്ടു നിൽക്കാൻ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ മകനെ ഇങ്ങനെ ഒരു കൂട്ടം കുട്ടികൾ ചേർന്ന് അടിച്ച് ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം കാണുമ്പോൾ അവരുടെ വേദന, അവരുടെ പ്രയാസം അത് എത്രത്തോളം ആയിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേണ്ട നമ്മൾ. ഇത് നമ്മുടെ മക്കൾക്കും നാളെ വരാൻ സാധ്യതയില്ലേ? നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് നമ്മുടെയൊക്കെ ഒരു മക്കളുടെ അവസ്ഥ? സിനിമകൾ, അതേപോലെയുള്ള രംഗങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ആ ഒരു കാര്യം കാണുമ്പോൾ, ഓരോ വിഷയങ്ങൾ കാണുമ്പോഴും അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സ് ഇങ്ങനെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ പലരും കമൻറ്റ് ചെയ്ത് കാണാൻ കഴിഞ്ഞു, സിനിമാ മോഡലിലുള്ള അടിയാണ് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയൊക്കെ കുട്ടികളിൽ എത്രത്തോളം ബാഡായിട്ടാണ് അവരതിനെ ഉൾക്കൊള്ളുന്നത് എന്ന്. എന്താണ് നമ്മുടെ ഈ സിനിമകളൊക്കെ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഗുണം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം, ഇങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെയും ഇതുപോലെ പോലീസ് എന്ത് ചെയ്യണം, അവർക്കെതിരെ
പോലീസ് അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ്. കാരണം മക്കളെ ഇങ്ങനെയാണോ വളർത്തേണ്ടത്? ഈ കുട്ടികളെ ഇതേ രൂപത്തിൽ വിട്ടു എന്ന് വെച്ചോ, നാളെ എന്താ ഉണ്ടാകുന്നത്? നാളെ ഇവർ ക്രിമിനലുകളാകൂല എന്നാരെങ്കിലും കണ്ടോ? സ്വന്തം രക്ഷിതാക്കളുടെ പിടിപ്പുകേട് എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാനുള്ളത്. ആ കുട്ടികളുടെ രക്ഷിതാക്കളുടെ പിടിപ്പുകേട് തന്നെയാണ്. കാരണം മക്കളെ വളർത്തേണ്ട രൂപത്തിൽ വളർത്താതെ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മക്കൾ ഇങ്ങനെയൊക്കെ ആയിത്തീരും. പല ആളുകളും കുട്ടികളെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് കുട്ടികളുടെ വഴി, മാതാപിതാക്കൾക്ക് മാതാപിതാക്കളെ വഴി എന്നാണ്. കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കണം, കുട്ടികളെ മര്യാദ പഠിപ്പിക്കണം. അതിന് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് രക്ഷിതാക്കളും അധ്യാപകരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ നടക്കുന്നത്? അധ്യാപകരുടെ കാര്യത്തിൽ വളരെ കഷ്ടമാണ് അവരുടെ വിഷയം എന്ന് പറയുന്നത്. കാരണം പല അധ്യാപകരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളെ തല്ലാൻ പറ്റൂല, ഞങ്ങൾക്ക് കുട്ടികളെ അടിക്കാനോ ഒന്ന് ഉപദേശിക്കാൻ പോലും പറ്റൂല ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ. കാരണം നിയമങ്ങളുടെ പഴുതുപയോഗിച്ചുകൊണ്ട് ഇവരെ കുടുക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം മാറ്റേണ്ടതും നമ്മുടെ നിയമ സംവിധാനങ്ങളല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിയമത്തിന് കുറ്റം പറയല്ല, പക്ഷേ ഈ നിയമം, ഇപ്പോൾ ഉള്ള നിയമത്തിനെ കുട്ടികൾ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ നിയമങ്ങളിൽ ഭേദഗതികൾ വരേണ്ട ഒരു കാര്യം തന്നെ അല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് അവർക്കുണ്ടാകുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര സ്ത്രീകളാണ് ഓരോ ആണുങ്ങളെയും ഇന്ന് വഞ്ചനയിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തുണ്ടായ ബസ്സിലുണ്ടായ ആ ഒരു കാര്യം വരെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ തന്നെയാണ് കുട്ടികളും ഇന്നെന്ത് ചെയ്യണത്? ഓരോ വിഷയങ്ങളും നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് മാഷിമാരാകട്ടെ ചില രക്ഷിതാക്കളെ വരെ കൊടുക്കുന്നുണ്ട്. രക്ഷിതാക്കളെയും ചിലപ്പോൾ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല, എല്ലാ രക്ഷിതാക്കളെയും. കാരണം ഇതാണ് അവസ്ഥ. ഇതിനൊക്കെ വളമായിട്ട് ഇവരുടെ മുമ്പിൽ കാണുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഈ അടുത്ത് എന്നോടൊരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ലവ് അഫെയർ ഉണ്ടായി. അവരെ കൃത്യമായി നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷിച്ചപ്പോൾ ഇവരിൽ നിന്ന് കാണാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നുകൂടി ഇവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിറകാരൻ്റെ ഉള്ളിൽ, സ്കൂളിൻ്റെ തന്നെ വിറക് പുരയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇവരതിൻ്റെ ഉള്ളിലുണ്ട് എന്നറിഞ്ഞതിൻ്റെ പേരിൽ ഒരു മാഷിനെ കൂടെ കൂട്ടിയിട്ട് ഇവർ ആ വിദ്യാർത്ഥിയെയും അവിടെ നിന്ന് ഇവർ പൊക്കുകയാണ്. അതായത് പിടികൂടി. ആ സമയത്ത് ആ വിദ്യാർത്ഥിനി പറഞ്ഞൊരു കാര്യമുണ്ട്, മാഷെ നിങ്ങളെ ഞാൻ കൊടുക്കും, കാരണം നിങ്ങൾ എന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് എന്ന്. മാഷ ആ ഒരു വിഷയം തന്നെ അവിടെ ഉപേക്ഷിച്ചു. കാരണം പെൺകുട്ടികളുടെ വാക്കിന്, അതായത് ഒരു വിദ്യാർത്ഥിയുടെ വാക്കിനൊക്കെ ഇവിടെ നിയമത്തിൽ വല്ലാത്ത വാല്യൂ ഉള്ളതുകൊണ്ട് അവർക്കറിയാം അവർ ആ ഒരു വിഷയത്തിൽ നിസ്സഹായകരാണ് എന്നുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറുക തന്നെ വേണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോകും. അത് സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ കേടാണ് എന്ന് മനസ്സിലാക്കുക.